ഹായ് മക്കളെ, നിങ്ങളിപ്പോൾ SSLC ആണല്ലേ? എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. എടാ, നിങ്ങളിൽ എത്ര ആൾക്കാർ ഇപ്പം കരുതുന്നുണ്ട് നിങ്ങൾ റൈറ്റ് ട്രാക്കിലേക്കാണെന്നുള്ളത്? അതായത് SSLCക്ക് ഫുൾ A+ എന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ആ ഒരു ശരിയായ പാതയിലാണ് നിങ്ങൾ ഇന്ന് എത്ര ആൾക്കാർ ഇപ്പം കരുതുന്നുണ്ട്? നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിച്ചോ, കാരണം ഈ വീഡിയോ നിങ്ങൾക്കുള്ളതേ അല്ല. അതേ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം കുട്ടികളും അങ്ങനെ കരുതുന്നില്ല എന്നാണ്. അവർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് SSLC പഠിക്കാനിരുന്നതല്ലേ തുടങ്ങിയത്. പക്ഷെ ഇപ്പം അവർക്ക് തോന്നുന്നത് ആ ഒരു ഫുൾ A+ലേക്കുള്ള വേണ്ട രീതിയിലൊന്നും ഞാൻ പഠിക്കുന്നില്ല എന്നാണ്. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കമൻറ്റ്, സാറേ ഞാൻ ശരിയായ പാതയിലല്ല, റൈറ്റ് ട്രാക്കിലല്ല എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ ശരിയായ പാതയിലല്ല എന്നൊക്കെ ഇപ്പം മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ്. ആൻഡ് ഈ കമൻറ്റ് ചെയ്യുന്നതോ കമൻറ്റ് ചെയ്യാം ആ ഒരു മടി കാരണമാണല്ലേ വെറുതെ ഇവർക്ക് ഒരു കമൻറ്റ് കൊടുക്കണം. അത് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അതേ സ്ഥാനത്ത് കുറച്ച് കുട്ടികളെങ്കിലും കമൻറ്റ് ചെയ്യാത്തത് ഞാൻ ശരിയായ പാതയിലല്ല എന്നുള്ള ഒരു സ്ഥലത്തിങ്ങനെ എഴുതുമുണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അത് പേടിച്ചിട്ടായിരിക്കും. അതായത് ഒരു വല്ലാത്ത എന്താ പറയുക, ഒരു കൊത്തി വലിക്കലൊക്കെ ഉണ്ടാവും ഹൃദയത്തിൽ നിന്ന്. അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഒന്നും കൂടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു പോയിന്റ് നിങ്ങൾ വളരെ ചെയ്യണമെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റണം. സോ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് സാരില്ലടാ ഞാൻ എഴുതുമെന്ന് വിചാരിച്ച് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, സാറേ ഞാൻ ശരിയായ പാതയിലല്ല എന്നുള്ളത്. എടാ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്രയായില്ലേ SSLC തുടങ്ങിയിട്ട്? ജൂൺ തുടങ്ങിയാണ്, ജൂണും ജൂലൈയും കഴിഞ്ഞു, ഓഗസ്റ്റ് തുടങ്ങാനായി. ആൻഡ് നിങ്ങൾ അന്ന് SSLCയിൽ എത്തിയ സമയത്ത് ചെയ്ത കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നില്ലേ? കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ ഒഴിവാക്കും. ഞാൻ ഇത്ര സമയം പഠിക്കും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കും എന്നൊക്കെ വിചാരിച്ചു. അതേപോലെ തന്നെ ഇതൊക്കെ ഒഴിവാക്കും, ആ ഒരു കൂട്ടുകെട്ട് ഇനി പോവില്ല എന്നൊക്കെ വിചാരിച്ച് ചെയ്യും ഒഴിവാക്കുന്ന വിചാരിച്ച് എത്ര കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നും നടന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വളരെ കുറച്ചേ നടന്നിട്ടുണ്ടാവില്ലേ മക്കളെ. ഈ 2 മാസം ഇതേപോലെ തന്നെ 4 മാസം ആവാനും 6 മാസം ആവാനും അവസാനം മാർച്ച് ആവാനും ഒരുപാട് കാലമൊന്നും വേണ്ട. മാർച്ച് പരീക്ഷ എഴുതി കഴിയുമ്പോൾ തുടങ്ങും നമ്മളൊരു റിഗ്രറ്റ്. SSLC റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തും. ഒരു സുഖമുള്ള ഫീലിംഗ് ആയിരിക്കില്ല. കൂടെ കളിച്ച അല്ലെ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ നമ്മളെക്കാൾ മുകളിൽ പോകും. എന്ത് ചെയ്യരുത്, ആ ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നല്ല ഉഴപ്പാണെങ്കിലും ഓണപ്പരീക്ഷ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയൊരു സീരിയസ്നെസ് ഉണ്ടാവും. ആ ഒരു സീരിയസ്നെസ് നിങ്ങളെ റൈറ്റ് ട്രാക്കിലേക്ക്, നിങ്ങൾ അന്ന് സ്വപ്നം കണ്ട ആ ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. സോ വളരെ ചെറിയ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. ആദ്യത്തെ കാര്യം ഇതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം നിങ്ങൾക്ക് വരും. അതായത് നിങ്ങൾ വലിയ ടൈം ടേബിൾ, ഇനി അങ്ങോട്ടുള്ള ദിവസത്തേക്കുള്ള ടൈം ടേബിളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കണ്ട. ഒരൊറ്റ കാര്യം ചെയ്യുക, എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു നോട്ട്ബുക്ക് വളരെ സീക്രട്ട് ആയിക്കോട്ടെ, നിങ്ങൾ മാത്രം കണ്ടാൽ മതി. ആ ഒരു നോട്ട്ബുക്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക. 7 മണി മുതൽ 8 മണി വരെ ഞാൻ ഇന്ന സബ്ജക്റ്റ് പഠിക്കും, വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷം 6 മണി മുതൽ 7 മണി വരെ ഇത്, അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അത് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയുള്ളത് മാത്രം ഒന്ന് എഴുതുക. അപ്പം തന്നെ നിങ്ങൾ, സാറേ ഞാനത് എഴുതൂല, കാരണം എന്താ, ഞാനത് ഫോളോ ചെയ്യൂല, രാത്രിയാകുമ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. ആ റിഗ്രറ്റ് ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ആ കമൻറ്റ് ഇടാനും പറഞ്ഞത്. ഓക്കെ, അപ്പം എന്താ, ഇനി അവസാനിച്ചില്ല, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ നോട്ട്ബുക്ക് എടുത്തിട്ട് ഇന്ന് പ്ലാൻ ചെയ്ത് എത്ര കാര്യങ്ങൾ നടന്നു, എത്ര കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആലോചിക്കണം. പറ്റുവെച്ചാൽ ആ നോട്ട്ബുക്കിൽ തന്നെ എഴുതുകയും വേണം. ഇനി അങ്ങോട്ടുള്ള ഓഗസ്റ്റ് 24 നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് അതുവരെ എന്താണ്, പരീക്ഷ ഉള്ള ദിവസങ്ങളാണെങ്കിലും രാവിലെ ഒരു 5 മിനിറ്റ്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇതിന് എന്തായാലും സ്പെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ഞാനോ വേറെ ആരോ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മെല്ലെ എന്ത് ചെയ്യും, നിങ്ങൾ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഓണം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പഴയ അന്ന് സ്വപ്നം കണ്ട ആ ട്രാക്കിലേക്ക് തന്നെ നിങ്ങൾ എത്തിയിടണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, സാറേ ഈ ട്രാക്കിൽ എത്തിയോണ്ട് മാത്രം കാര്യമുണ്ടോ, സാറേ പഠിക്കണ്ട, ഇപ്പം എങ്ങനെ പഠിക്കുക, എവിടുന്ന് തുടങ്ങണമെന്ന്. എടാ, എൻ്റെ അഭിപ്രായം മാത്രമാണ്, നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സമയത്ത് ഇനി അങ്ങോട്ട് ഓണപ്പരീക്ഷയ്ക്ക് മിനിമം ടൈമിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റിയത് ഏറ്റവും നല്ലത് ഞങ്ങളെ ലൈവ് ക്ലാസ് കാണുക, അത് പറയുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്. എടാ, എനിക്കറിയാം എന്ത്, വേറെ ഒരുപാട് ചാനലുകൾ ലൈവ് ക്ലാസ്സസ് തരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് സ്വന്തമായി പഠിക്കാനാണ് ഇഷ്ടം ഒക്കെ എനിക്കറിയാം. പക്ഷേ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരൊറ്റ ദിവസം
ഒരൊറ്റ ദിവസമെങ്കിലും ഞങ്ങളെ ലൈവ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ എന്നാ കാണുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നാണെങ്കിലും എല്ലാ ദിവസവും രാത്രി 7:30 എഡ്യൂപോർട്ടിൻ്റെ ഓണം സ്പെഷ്യൽ ലൈവുകൾ ഉണ്ടാവും. ഒരൊറ്റ ദിവസം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്ത് ഇത് ഞാൻ ഇതുവരെ കണ്ട മറ്റ് ലൈവുകളിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ സ്വന്തമായി പഠിക്കുന്നതിനേക്കാളോ എത്രയോ അടിപൊളിയായിട്ട് എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇതിന് പഠിച്ചു കഴിഞ്ഞാൽ ഓണപരീക്ഷയ്ക്ക് എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇത് കണ്ടിന്യൂ, അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ പഠിച്ച പോലെ തന്നെ ചെയ്തോ. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഒരു സൈഡിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് മാറാൻ പോവാണ്, സ്വഭാവം നന്നാൻ പോവാണ്. മറ്റേ സൈഡിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടെ വരും. ഇത് രണ്ടും ഓഗസ്റ്റ് 24 അതിൻ്റെ മാക്സിമത്തിലെത്തും. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്തുണ്ടാവും, നിങ്ങൾ വീണ്ടും ആ ഒരു A+ മൈൻഡ് സെറ്റിലേക്ക് മാറും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഓണപരീക്ഷ ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ലെവലാവും. ക്രിസ്മസ് അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ മോഡൽ എക്സാമും ഫൈനൽ എക്സാമും കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഫുൾ A+ കുറവൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെറുതാക്കി മാറ്റിയാൽ മതി. ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ശരി.